ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഇംഗ്ലീഷിന്റെ പബ്ലിക് എക്സാം കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് എക്സാം ആയിരുന്നു അല്ലേ? നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നുള്ള കമന്റിൽ അറിയിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് പഠിച്ചു കഷ്ടപ്പെട്ടിട്ട്, പക്ഷെ ഈസി ആയിരുന്നു എക്സാം അല്ലേ? നല്ല ഈസി ആയിരുന്നു. എനിക്ക് മോഡലിനേക്കാൾ ഈസി ആയിട്ട് തോന്നി. പിന്നെന്താണ്, കുറെയൊക്കെ PYQ മോഡലൊക്കെ കണ്ടതായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് പറയും, എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന ആൻസേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു പോകാം. പിന്നെ ബാക്കി വൺ വേർഡ് ഒക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക ആൻസർ കീ കൂടി വന്നിട്ടാണ്. ജസ്റ്റ് ഇങ്ങനെ എല്ലാം പറഞ്ഞു പോകാം. ഫസ്റ്റത്തെ നമ്മളുടെ രത്നയുടെ ആണ് പാസേജ്. ആരാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തേത് നിങ്ങൾ എന്താ എഴുതിയെന്ന് പറയാം. എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ആൻസർ കീ വരട്ടെ, അപ്പൊ നോക്കണം. പിന്നെ 2 ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലിസണർ, അത് നമുക്ക് ഓൾറെഡി പാരഗ്രാഫിൽ തന്നെ തന്നിട്ടുണ്ട്. സിമ്പതി വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്, അത് തന്നെ എഴുതിയാൽ മതിയാകും. പിന്നെ നാലാമത്തത് കംപ്ലീറ്റ്ലി മീൻ ചെയ്യുന്ന വേർഡ് ഏതാണ്? അട്ടേർലി എന്നാണ്. പിന്നെ അടുത്തത് ഇവിടെ യൂസ് ചെയ്ത പോയറ്റ് ഡിവൈസ്, ഐ ആം ദ പില്ലേഴ്സ് ഓഫ് ദ ഹൗസ് എന്നൊക്കെ അല്ലേ പറഞ്ഞത്. അപ്പൊ മെറ്റഫർ ആണ്. പിന്നെ ആരെ കുറിച്ചാണ് പോയിട്ട് പറയുന്നത്? മദറിനെ കുറിച്ച് അല്ലെങ്കിൽ വുമണിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ അതാണ് സംഭവം. ഇനി ഏഴാമത്തത് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല, പക്ഷെ സാധാരണ എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ പ്രീവിയസ് എക്സാമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ എന്തായാലും ആൻസർ ചെയ്യേണ്ട സെക്ഷനിലാണ് ഇവിടെ ഇപ്രാവശ്യം റിപ്പോർട്ട് സ്പീച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആരെ ഗൈസ്, അജിത് asked Nomida why she was saying whatever came to her mouth and asked that എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത് തോന്നുന്നു. ഞാൻ അത് അവിടെ നിന്ന് എഴുതി വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് asked എന്താണ്, if people do not forget. ഓർമ്മയില്ലേ? ഞാൻ ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ അവിടെ നിന്ന് എഴുതുമ്പോൾ വേറെ രീതിയിലാണ് അറിയില്ല. അപ്പൊ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ ആൻസർ കീ വരുമ്പോൾ ഒന്നുകൂടി ഉറപ്പിച്ച് നോക്കാം കേട്ടോ. പിന്നെ എന്താണ്, ഞാൻ ജസ്റ്റ് ആയിരുന്നു നോക്കിയത്, ഞാനും അങ്ങനെ വിചാരിച്ചത്. നോമിത റിപ്ലൈഡ് that they did not and asked that why he had opened her letter. അങ്ങനെയാണ്. ഒരു കാര്യം എനിക്ക് പ്രത്യേകം നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇപ്പൊ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് നിങ്ങൾ ഏത് എത്രയൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് നോക്കിയിട്ട് മാർക്കൊക്കെ കൂട്ടി വെച്ചോളൂ. ടെൻഷൻ ആവുന്ന പറഞ്ഞിട്ട് നോക്കാണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല. കാരണം നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ നല്ലൊരു ടീച്ചറിന്റെ കയ്യിൽ പേപ്പർ കിട്ടണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല. റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഇത്ര തന്നെ ആയിരുന്നു മാർക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ആൻസർ ഓർമ്മയില്ല. അതന്നെ ഇപ്പൊ തന്നെ നോക്കി, ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് എഴുതി വന്നതാ. ഒന്നാമത് ഞാൻ നോക്കി ക്ഷീണം വയ്യ കേസ് ഒന്നും തലയായി കിളി പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ മറക്കും. അപ്പൊ അതുകൊണ്ട് ഉറപ്പായി നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ അത് നിങ്ങൾ എന്റെ തന്നെ കണ്ടിട്ടുണ്ടാവില്ല മോഡൽ എക്സാം എനിക്ക് വെറുതെ മാർക്ക് കുറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ റിവാലുവേഷന് കൊടുക്കാം. പിന്നെ അത് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ ആ റിസൾട്ട് വരുമ്പോൾ തന്നെ നല്ല മാർക്ക് കിട്ടുന്നത് റിവാലുവേഷൻ കഴിഞ്ഞ് കിട്ടുന്നത് വ്യത്യാസമുണ്ട്. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് 8ാമത്തതും 9, 10 എളുപ്പമായിരുന്നു. ഇത്രയും എളുപ്പമുള്ള എഡിറ്റിംഗ് ഒന്നും ചോദിക്കാറില്ല. പിന്നെ ഞാൻ ഇങ്ങനെയാണ്, ദ അമീഗോ ബ്രദേഴ്സ് വെയറും നോട്ട് ashamed to hug each other tightly. അതന്നെ. പിന്നെ 2 അഡ്വൈസ്, അത് നിങ്ങൾക്ക് പലതും പലതരത്തിൽ എഴുതാമല്ലോ. അപ്പൊ അതേ പറയുന്നില്ല. ഇത് പാസീവ് വോയിസ്, സം ആപ്പിൾസ് വെർ ബീങ് ഈറ്റൺ ബൈ ദം, സ്റ്റോറി മാച്ച് ബോക്സ് വാസ് ബീങ് റെഡ് ബൈ ഹെർ. അങ്ങനെയാണ് ഞാൻ എഴുതിയത്. പിന്നെ ഞാൻ ആ പ്ലക്കാർഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ ഇതൊക്കെ അത് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഒരെണ്ണം എക്സ്ട്രാ ഞാൻ 2 മാർക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലതല്ലേ? പിന്നെ ഇത് 4 മാർക്കിന്റെ സെക്ഷൻ ഒന്നും ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയി പോയി പറയുന്നില്ല ഗൈസ്, എനിക്ക് വയ്യ. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, കുറെയൊക്കെ നല്ല രീതിക്ക് എളുപ്പമുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ് ഈ 12ാമത്തെ ക്വസ്റ്റ്യന്. ഗുഡ് ഫ്രണ്ട്സ് മേക്ക് ഗുഡ് നെയ്ബേഴ്സിന്റെ ഐഡിയനെ കുറിച്ച്. പിന്നെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, ക്രൈം ആൻഡ് പണിഷ്മെന്റ് ടീച്ചറിനെ കുറിച്ച് ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയത് 12ഉം 13ഉം ഞാൻ എഴുതിയായിരുന്നു. 15ഉം 16ഉം 18 എഴുതി. 16ഉം 18 എഴുതിയതിന്റെ കാരണം മനസ്സിലായില്ലേ, ടൈം മാനേജ് ചെയ്യാനാണ്. അത് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പോയിന്റ്സും ആയിട്ട് എഴുതേണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റിയായിരുന്നു. പിന്നെ ഒരു കാര്യം, മറ്റേ ദിസ് ഈസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് മോഡലിനും ചോദിച്ചില്ല, ഇപ്രാവശ്യം പബ്ലിക്കിനും ചോദിച്ചില്ല അല്ലേ ഗൈസ്? അത് കുഴപ്പമില്ല. പിന്നെ ഇമെയിൽ അതൊക്കെ സിമ്പിൾ ആണ്. പിന്നെ 6 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിലും റോബർട്ട് ബാൽവിന്റെ ക്യാരക്ടർ വെച്ചിട്ടുണ്ടായിരുന്നു, നോമിതയുടെ ലെറ്റർ, ഇതൊക്കെ നല്ല ഈസി ക്വസ്റ്റ്യൻസ് ആണ്. സെമിനാറിന്റെ ആണെങ്കിലും ഇതേപോലത്തെ ഒരു സെമിനാർ മോഡലിന് ചോദിച്ചായിരുന്നു. പിന്നെ ആർട്ടിക്കിൾ, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. പിന്നെയാണ് നമ്മുടെ CV, റെസ്യൂമെ, അതൊക്കെ സിമ്പിൾ ആയിരുന്നു. പിന്നെ എസ് എ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഞാൻ പറയില്ലേ, കുറച്ച് ടൈം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്പീഡിൽ എഴുതിയിട്ടുണ്ട്. കുറച്ചും കൂടി എഴുതണം എന്നൊക്കെ ഉണ്ടായി, പക്ഷെ കുഴപ്പമില്ല. അതിനപ്പോൾ നിങ്ങളെല്ലാവരും ഫിസിക്സിന് ഒക്കെ എങ്ങനെ പഠിക്കുന്നുള്ള കമന്റിലായിരിക്കും. എല്ലാവരും പോയി നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.